ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോർഷനിൽ എന്താ പഠിച്ചത്? സെക്കൻഡ് ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്: ടെമ്പറേച്ചർ, അതുപോലെ ആൾട്ടിറ്റ്യൂഡ്, അതുപോലെ തന്നെ എന്താ നമ്മളുടെ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ 3 കാര്യങ്ങളും എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഹാവിൻ യു റിയലൈസ് നോക്കുക ദാറ്റ് ദർ ക്യാൻ ബി സീസണൽ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഓഫ് ദ സെയിം റീജിയൻ. അപ്പോൾ നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ പേജിൽ പഠിച്ചു എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഓരോ സീസൺസ് എന്താ കാലാവസ്ഥ ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? പ്രഷറിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ്, അപ്പോൾ ഓരോ മേഖലകളിലും എങ്ങനെയാണ് പ്രഷർ വേരി ചെയ്യുന്നത്? അപ്പോൾ അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്താ? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആണ് എന്ത്? നമ്മളുടെ ഭൂമിയിൽ, അതായത് ഭൂമിയിലുടനീളം എല്ലാ മേഖലകളിലും പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ? നമ്മുടെ ലാറ്റിറ്റ്യൂഡുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു എന്താ ലാറ്റിറ്റ്യൂഡ്സ്? നമ്മുടെ ഭൂമിയെ ലംബമായി മുറിക്കുന്ന, അല്ലെ, ലംബമായി ഇങ്ങനെ തിരശ്ചീന ദിശയിൽ മുറിക്കുന്ന രേഖകളാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ് എന്ത്? ഇക്വിറ്റോറിയൽ. 0 ഡിഗ്രി 0 ഡിഗ്രിയാണ് എന്ത്? ഇക്വിറ്റോറിയൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ലാറ്റിറ്റ്യൂഡുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഇക്വിറ്റോറിയലും പഠിച്ചു, ഇക്വേറ്ററും പഠിച്ചു, അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, അതുപോലെ തന്നെ എന്താ പോളാർ റീജിയൻസ് അല്ലേ, 90 ഡിഗ്രി നോർത്ത് പോളാറും 90 ഡിഗ്രി സൗത്തും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ മേഖലകളിൽ, ലാറ്റിറ്റ്യൂഡ്സ് ഉള്ള റീജിയൻസിൽ അനുഭവപ്പെടുന്ന പ്രഷറാണെന്ത്? അവിടെയുള്ള ആ ഒരു പ്രഷർ ബെൽറ്റ് പോലെ. നമുക്കിപ്പോൾ ആ ഭൂമിയുടെ ചിത്രം അല്ലേ, ഫിഗർ 2.5 നോക്കിയാൽ അറിയാം. അതായത് ഇപ്പോൾ 0 ഡിഗ്രിയിലൂടെ ഇക്വേറ്റർ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേറ്ററിന് മുകളിലൂടെ, ഇക്വേറ്ററിന് അപ്പുറവും ഇപ്പുറവുമുള്ള ഒരു കുറച്ച് ഭാഗത്തെ ഒരു ബെൽറ്റ് പോലെ കവർ ചെയ്തിട്ട് അവിടെ മാത്രം ഒരു പ്രത്യേക പ്രഷർ, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഫീൽ ചെയ്യുന്നു. അപ്പം അത്തരം മേഖലകളെയാണ് എന്ത്? പ്രഷർ ബെൽറ്റുകൾ എന്ന് വിളിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബെൽറ്റുകളുണ്ട്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളുണ്ട് നോക്കി നോക്കാം. ഏതൊക്കെയാ? ഈ ചിത്രത്തിൽ കാണുന്നു. ആദ്യത്തേതാണ് ഏതാ? ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതുപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അത് 30 ഡിഗ്രിയിലാണല്ലേ. നമ്മളുടെ ആ ഒരു 23.5 ഡിഗ്രി ആണെന്ത്? നോർത്തും സൗത്തിലുമാണ് ഏത് കാണുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും കാണുന്നത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ കവർ ചെയ്ത് പോകുന്ന ഒരു ബെൽറ്റാണ് ഏത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതുപോലെ തന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 2 ഉണ്ട്. അതെവിടെയാ? ആർട്ടിക് സർക്കിളിനെയും അന്റാർട്ടിക് സർക്കിളിനെയും കവർ ചെയ്ത് പോകുന്ന ഒരു 60 ഡിഗ്രി ആ ഒരു റേഞ്ചാണ്. ഈ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോഴോ നമ്മുടെ ഏറ്റവും എഡ്ജിൽ അല്ലേ, ഏറ്റവും മുകളിലും ഏറ്റവും താഴെയുമായി പോളാർ റീജിയനെ കവർ ചെയ്യുന്ന പോളാർ ഹൈ പ്രഷർ ബെൽറ്റും. അപ്പം അങ്ങനെയാണ് എന്ത്? പ്രധാനമായി 4 തരത്തിലാണ് എന്ത്? ഈ ബെൽറ്റുകളെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം എന്താ? ആദ്യത്തെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം ഇക്വിറ്റോറിയലിൽ എന്താ? ലോ പ്രഷർ എന്നാണ് പറയുന്നത്. അതായത് പ്രഷർ കുറവാണ്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന 2 എന്താ? സബ് ട്രോപ്പിക്കൽ ബെൽറ്റുകളിലും അവിടെ എന്താ? സബ് ട്രോപ്പിക്കൽ ബെൽറ്റുകളിലും പ്രഷർ ഹൈ പ്രഷറാണ്. പിന്നീട് അപ്പുറത്ത് അതിൽ പിന്നെ പോകുമ്പോൾ സബ് പോളാർ റീജിയനായി. സബ് പോളാർ റീജിയനിൽ എന്താ? ലോ പ്രഷറാണ്. പിന്നീട് പോളാർ റീജിയനിലെത്തുമ്പോൾ വീണ്ടും ഹൈ പ്രഷറായി. അപ്പോൾ ഒന്നിടവിട്ട രീതിയിലാണ് എന്ത്? ഈ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രഷർ ഇങ്ങനെ വേരി ചെയ്യുന്നത്? അതും നമുക്കിതിൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതിനുള്ള കാരണവും നമുക്കിതിൽ നോക്കാം. അപ്പോൾ ആദ്യത്തേതാണ് ഏത്? ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ദിസ് ഈസ് ദ സോൺ വെയർ ദ സൺ റേസ് ഫാൾ വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. നമുക്കറിയാം ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വേറ്ററിൻ്റെ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൺ റേസ് വെർട്ടിക്കലായി ലംബമായി പതിക്കുന്ന, അതായത് യാതൊരു വളവും ചെരിവുമില്ലാതെ നേരിട്ട് വന്ന് പതിക്കുന്ന സ്ഥലമാണല്ലോ ഒരു വർഷം മുഴുവൻ. അതായത് ഭൂമി ഫുള്ളായി ഇങ്ങനെ പരിക്രമണം റെവല്യൂഷൻ ചെയ്യുമ്പോഴും ആ ഒരു ഭാഗത്ത് കോൺസ്റ്റൻ്റായി വെർട്ടിക്കലായി തന്നെ സൺറൈസ് പതിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദ ഇയർ. അപ്പോൾ ആ ഒരു വർഷം മുഴുവൻ ആ ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഇക്വിറ്റോറിയൽ റീജിയനിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദ എയർ എക്സ്പാൻഡ്സ് ഡ്യൂ ടു ദ സൺസ് ഹീറ്റ് ആൻഡ് റൈസസ് അപ്പോൺ മാസീവ് സ്കെയിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ചു, തുടക്കത്തിലല്ല സോറി, നമ്മൾ 9th തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. കൺവെക്ഷൻസ്, അതായത് എയർ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ഉയർന്നു പോകും അല്ലേ, ചൂടാകുന്ന എയർ വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും, അതാണെന്ത്, കൺവെക്ഷൻ. അപ്പോൾ ഇവിടെ കൺവെക്ഷൻ നടന്ന് ഒരു വളരെ മാസീവ് സ്കെയിൽ, ഒരു വളരെ വലിയൊരു എമൗണ്ട് വായു മുകളിലേക്ക് ഉയർന്നു പോകും. അപ്പോൾ ദിസ് ഈസ് ദ റീസൺ ഫോർ ദ ലോ പ്രഷർ എക്സ്പീരിയൻസ് ത്രൂ ഔട്ട് ദിസ് സോൺ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി എഫക്റ്റ് ആണ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇക്വിറ്റോറിയൽ റീജിയനിൽ കൂടുതലായതുകൊണ്ട് ആ ഒരു ഭാഗത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താ, ത്രൂ ഔട്ട് ദ ഇയർ കുറവായിരിക്കും. ഓക്കെ, ത്രൂ ഔട്ട് ദിസ് സോൺ മുഴുവനായിട്ട് ഈ ഒരു മൊത്തം ആ ഒരു ഇയറിലൊക്കെ എന്താ കുറവായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ ദ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് അല്ലേ. അപ്പോൾ 0 ഡിഗ്രി ആയിട്ടുള്ള ഇക്വേറ്ററിൻ്റെ നോർത്തിലേക്ക് ഒരു 5 ഡിഗ്രിയും ഒരു 5 ഡിഗ്രി സൗത്തിലേക്കുമായിട്ടുള്ള ആ ഒരു ബെൽറ്റ് റീജിയൻ, റെഡ് കളറിൽ കാണുന്ന ബെൽറ്റ് റീജിയനിലാണ് ആര്, നമ്മളുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കാണുന്നത്. അപ്പോൾ ആസ് ദ എയർ ഇൻ ദിസ് സോൺ എസെൻസ് ഓൺ ലാർജ് സ്കെയിൽ ദ വിൻഡ്സ് ആർ വെരി ഫീബിൾ ഹിയർ. അപ്പോൾ ഇവിടെയുള്ള വായുക്കൾ എന്താ, ഒരുപാട് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നത് കൊണ്ട് അവിടെ ഫോം ചെയ്യുന്ന വിൻഡ്, കാറ്റ് എന്ന് പറയുന്നത് എന്താ, ഫീബിളാണ്, വളരെ എന്താ ശക്തമായ ദുർബലമായ കാറ്റാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദ പ്രഷർ ബെൽറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡോൾഡ്രം. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, എന്താ ഡോൾഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള, ഫീബിളായിട്ടുള്ള, എന്താ ദുർബലമായിട്ടുള്ള വിൻഡ് വീശുന്ന ഏരിയയാണ് എന്ത്, നമ്മൾ ഡോൾഡ്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ ഡോൾഡ്രം എന്നും വിളിക്കുന്നു. അപ്പോൾ ആ ഡോൾഡ്രം എന്ന വാക്കിൻ്റെ മീനിങ് എന്താ, ദ സോൺ വിത്ത് നോ വിൻഡ്സ്. അപ്പോൾ അവിടെ കാറ്റില്ലാത്ത മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ദ റീജിയൻ വാസ് എ നൈറ്റ് മെയർ ഫോർ ദ ഏൻഷ്യൻറ്റ് മെറീനേഴ്സ്. അപ്പോൾ ഒരു പേടി സ്വപ്നമാണെന്ന്, നൈറ്റ് മെയർ, പേടി സ്വപ്നം അല്ലേ, ആർക്ക്, പണ്ട് കാലത്ത് യാത്ര ചെയ്തിരുന്ന പായക്കപ്പലിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക്, കപ്പൽ യാത്രക്കാർക്ക് ഈ ഒരു പ്രദേശം പേടി സ്വപ്ന. കാരണം പായക്കപ്പൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, കാറ്റ് വേണം. ഇത്തരം കാറ്റില്ലാത്ത മേഖലകളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ പേടിയാണ്, കാരണം കപ്പൽ നീങ്ങില്ല. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനെയും റിലേറ്റ് ചെയ്തിട്ട്, ആ ലാറ്റിറ്റ്യൂഡ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 30 ഡിഗ്രി പോർഷൻ. അപ്പം ആ ഒരു പോർഷനാണ് എന്ത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് റീജിയൻ. അപ്പോൾ അവിടെ എന്താ, ഹൈ പ്രഷറാണ്. അപ്പോൾ ഇക്വിറ്റോറിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ പ്രഷർ കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്, കാരണം ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കൂൾസ് ഗ്രാജുവലി ആൻഡ് സബ്സൈഡ്സ് അറ്റ് ദ സബ് ട്രോപ്പിക്കൽ സോൺ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, ഭൂമി 24 hours ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ, ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്ന വായു അല്ലേ, ചൂടായി ഉയർന്നു പോകുന്ന വായു മുകളിലെത്തുമ്പോൾ തണുത്ത് ഭ്രമണം കാരണം, റൊട്ടേഷൻ കാരണം താഴേക്ക് പതിക്കും. അപ്പോൾ എവിടെ വെച്ചാണ് താഴേക്ക് പതിക്കുമോ, ഈ സബ് ട്രോപ്പിക്കൽ റീജിയനിലെത്തുമ്പോഴാണ് താഴേക്ക് പതിക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗത്ത്, അപ്പോൾ നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചോദിക്കണം, ഹോപ്പ് യു നൗ അണ്ടർസ്റ്റാൻഡ് ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ഹൈ പ്രഷർ ഓൾ അലോങ് ദിസ് സോൺ. അപ്പോൾ നമ്മളുടെ 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും എന്താ, സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഹൈ പ്രഷറാണ്. കാരണം ആ ഒരു ഭാഗത്ത് നമ്മളുടെ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് മുകളിലേക്കും താഴേക്കും പോകുന്ന വായു അവിടെ തണുത്ത് സാന്ദ്രത കൂടി ഭൂമിയോട് ചേരെ വരുന്നു. അതുകൊണ്ട് അവിടെ പ്രഷർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഹൈ പ്രഷർ റീജിയനാണ്. ഓക്കെ അല്ലേ. പിന്നെ അവിടെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വാട്ട് ഈസ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന്. അപ്പോൾ നമ്മൾ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ വേറൊരു പേരാണ് ഡോൾഡ്രം. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ലോ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ മറ്റൊരു പേര് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വിളിക്കുന്നത്? കാരണം ആ ഒരു റീജിയനിൽ, അതായത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇങ്ങനെ ചരക്ക് കപ്പലുകളുമായി, പായ കപ്പലുകൾ പണ്ട് കാലത്ത് കുതിരകളെ, നല്ല ഇനം സുപ്പീരിയർ ബ്രീഡ് ഓഫ് ഹോഴ്സസിനെ ക്യാരി ചെയ്ത് കച്ചവടക്കാർ പോയിരുന്നു. അപ്പോൾ അവർ ഈ സബ് ട്രോപ്പിക്കൽ റീജിയനിൽ എത്തുമ്പോൾ എന്താ, അവിടുത്തെ വായു, നമുക്കറിയാം വായു ഇല്ലാത്തൊരു മേഖലയാണല്ലേ ഈ ഒരു റീജിയൻ. അപ്പോൾ ആ ഒരു റീജിയനിലെത്തുമ്പോൾ കപ്പലുകൾ നീങ്ങില്ല. അപ്പോൾ കപ്പലുകൾ അല്ല, ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് രണ്ട് സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് എത്തുമ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും വായുകൾ കുറവായിരിക്കും, വായുവിൻ്റെ അളവ് കുറവായിരിക്കും. പിന്നീട് സബ് ട്രോപ്പിക്കൽ റീജിയൻ കഴിയുമ്പോഴാണ് എന്ത്, ഇത്തിരി ഹൈ പ്രഷർ ബെൽറ്റ് എത്തിയൊന്ന് വായു കൂടുന്നത്. അപ്പോൾ ആ ഒരു റീജിയനിലേക്ക് എത്തുന്നത് വരെ എന്താ, ഇവിടെ നമ്മുടെ ഹോഴ്സ് ക്യാരി ചെയ്ത് വരുന്ന പായക്കപ്പലുകൾ നീങ്ങില്ല. അപ്പോൾ പരമാവധി ഭാരം കുറയ്ക്കാൻ വേണ്ടി ഈ യാത്രക്കാരെന്ത് ചെയ്യും, ഹോഴ്സസിനെടുത്ത് കടലിലേക്ക് എറിയും. അപ്പോൾ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എത്താറാകുമ്പോൾ ആ ഭാഗങ്ങളിൽ ഇവരിങ്ങനെ കടലിലേക്ക് എറിയുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്ത് ഹോഴ്സസ് ഉള്ളത് കൊണ്ട് അവരെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതാണ് എന്ത്, നമ്മളോട് കുറച്ച് ആക്ടിവിറ്റീസ് പറയണം. ആ മാപ്പ് നോക്കി ഈ റീജിയൻസ് എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് സ്പോട്ട് ചെയ്യുക. ഇനി അടുത്ത റീജിയനാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് റീജിയൻ. അപ്പോൾ സബ് പോളാർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പോളാർ റീജിയൻസ്, സബ് ട്രോപ്പിക്കൽ റീജിയൻ കഴിഞ്ഞു. ഒരു 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തിലുമുള്ള റീജിയനാണ് എന്ത്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കും, ഇവിടെ പക്ഷേ ചൂടില്ല അല്ലേ? എന്താ, ചൂടുണ്ടോ? ഇല്ല. കാരണം ഇവിടെയാണ് എന്ത്, പോളാർ റീജിയനോട് അടുത്തായതുകൊണ്ട്, അതായത് ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദ പോൾ, നോർത്ത് പോളിനും സൗത്ത് പോളിനും ക്ലോസ് ആയതുകൊണ്ട് ദ എയർ ഈസ് കോൾഡർ ഹിയർ, അവിടെയുള്ള വായു എന്താ, വളരെ തണുത്തിരിക്കുകയാണ്. അപ്പോൾ ദോ ദ കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദ എർത്ത്, അപ്പോൾ കോൾഡായിട്ടുള്ള എർത്ത് എന്താ, എർത്തിനോട് ചേരെ ഇരിക്കുകയാണ്. പക്ഷേ എന്നാലും അവിടെ ഹൈ പ്രഷർ കൂടേണ്ടതാണ്, കാരണം ഇങ്ങനെ കൂടിയിരിക്കല്ലേ എർത്തിൻ്റെ ഭൗമം, അതായത് എർത്ത് സർഫസിലേക്ക് കോൾഡ് എയർ വന്ന് ഇങ്ങനെ ടൈറ്റായി നിൽക്കുക. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു, ഡ്യൂ ടു ദ എർത്ത് റൊട്ടേഷൻ, എർത്തിൻ്റെ റൊട്ടേഷൻ അവിടെ നമ്മുടെ ഉള്ളത് കൊണ്ട് എർത്തിൻ്റെ റൊട്ടേഷൻ ആ ഒരു റീജിയനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ആ ഭാഗത്തുള്ള എയറിനെ, നമ്മുടെ സബ് പോളാർ റീജിയനിലുള്ള 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലുമുള്ള സബ് പോളാർ റീജിയനിലുള്ള ഈ തണുത്ത എയറിനെ, കോൾഡ് എയറിനെ എന്താ, അവിടെ നിന്ന് ചുഴറ്റിയെറിയും, കറക്കിയെറിയും, അതായത് ത്രോൺ എവേ, വായുവിനെ റൊട്ടേഷൻ സമയത്ത്, റൊട്ടേഷൻ്റെ റിസൾട്ടായിട്ട്, റൊട്ടേഷൻ്റെ ഫലമായിട്ട് അത് എടുത്തെറിയും. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് എന്താ, വായു ഉണ്ടാവില്ല. അപ്പോൾ വായു ഇല്ലാത്തത് കൊണ്ട് ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൾ അലോങ് ദ സബ് പോളാർ റീജിയൻ. സബ് പോളാർ റീജിയൻ മുഴുവൻ ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ അവിടെ രണ്ടാമതൊരു ചോദ്യം കാണാം, ഇഫ് ദ എർത്ത് ഡിഡ് നോട്ട് റൊട്ടേറ്റ് വുഡ് ദർ ഹാവ് ബീൻ ലോ പ്രഷർ ഇൻ ദ സബ് പോളാർ റീജിയൻ. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, സ്വയം കറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലോ പ്രഷർ ആവോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അല്ല, ഒരിക്കലും ഇല്ല. കാരണം അവിടെ അത്രയ്ക്ക് കോൾഡ് എയർ ആണ്. കാരണം ആ കോൾഡ് എയർ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ ഹൈ പ്രഷർ വരേണ്ടതാണ്. പക്ഷേ ആ കോൾഡ് എയറിനെ അവിടെ നിന്ന് തുടച്ച് നീക്കുന്നു ആ എർത്തിൻ്റെ റൊട്ടേഷൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഏതാ, ലാസ്റ്റ് ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്താ, റൊട്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പോൾ ബാക്കിയൊക്കെ സെയിം ആവും. കാരണം പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ത്രൂ ഔട്ട് ദ ഇയർ സൺറൈസ് വളരെ കുറവ് പതിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഫുൾ എന്താ, മഞ്ഞുറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആസ് എ റിസൾട്ട് ദ എയർ റിമെയിൻസ് ചില്ഡ് അണ്ടർ ദ എക്സ്ട്രീം കോൾഡ് ദാറ്റ് പ്രിവെയിൽസ് ഓവർ ദ പോൾസ്. അപ്പോൾ രണ്ട് പോൾസിലും എന്താ, ചില്ല് ചെയ്ത് നല്ല കട്ടി തണുത്തുറഞ്ഞിരിക്കുകയായിരിക്കും എന്ത്, വായു. അപ്പോൾ ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സ്റ്റഡി ഹൈ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഇയർ. അപ്പോൾ അവിടെ നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ, എർത്ത് റൊട്ടേഷൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, നീക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് എയർ ചില്ലായി തന്നെ ഇരിക്കും. അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അടുത്ത രണ്ട് ചോദ്യമുണ്ട്, ഫൈൻഡ് ഔട്ട് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അതുപോലെ തന്നെ എന്താ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഓരോ പ്രഷർ ബെൽറ്റുകളും അവയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ്, ഏത് ലാറ്റിറ്റ്യൂഡുമായിട്ടാണ് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് നിങ്ങളോട് എഴുതാൻ പറയാണ്. ഇനി അടുത്തതാണ് എന്താ, നമ്മളുടെ കുറച്ച് പറയാണ്, യു ആർ നൗ അവെയർ അല്ലേ, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രഷർ ബെൽറ്റുകൾ ഭൂമിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, പ്രഷർ ബെൽറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ക്ലിയറായി. അപ്പോൾ വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് ആൻഡ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ ഈ പ്രഷർ ബെൽറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ, പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ, പിന്നെ സബ് പോളാറിൽ ലോ പ്രഷർ, പിന്നെ പോളാറിൽ ഹൈ പ്രഷർ, അങ്ങനെ ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ് ഫോം ചെയ്യാനുള്ള കാരണം എന്താ,
പറയാണ് വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി. ഒന്നാമത്തെ കാരണം വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ്, അല്ലേ, സോളാർ എനർജി ലഭിക്കുന്നതിനുള്ള വേരിയേഷൻ ഇക്വിറ്റോറിയൽ റീജിയനിൽ കൂടുതലും പോളാർ റീജിയനിലേക്ക് എടുക്കും തോറും കുറവുമായി വരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് എന്ത്, ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഭ്രമണം, അല്ലേ, അതും ഈ ഒരു പ്രഷർ വേരിയേഷന് കാരണമാണ്. അപ്പോൾ ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് അക്കോർഡിംഗ് ടു ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. അപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പോൾ നമ്മൾ 0 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, അല്ലേ, 0 ഡിഗ്രി, അതുപോലെ 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി സൗത്ത്, 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത് എന്നീ പോർഷൻസിൽ എന്താ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഇനി ഈ പ്രഷർ ബെൽറ്റ് ആ ഒരു ഡിഗ്രിയിൽ നിന്ന്, ആ ഒരു റേഞ്ചിൽ നിന്ന് എന്താ ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്ങനെ? നോർത്ത് വേഡിലേക്കും അതുപോലെ സൗത്ത് വേഡിലേക്കും. എന്തിൻ്റെ ഫലമായിട്ട്? ഡ്യൂ ടു ദ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനവും ദക്ഷിണായനവും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, പ്രഷർ ബെൽറ്റ് നോർത്തിലേക്ക് കയറി പോകുന്നത് എപ്പോഴാണ്? ഡ്യൂ ടു ദ നോർത്ത് വേർഡ് പ്രോഗ്രഷൻ. സണ്ണിൻ്റെ നോർത്ത് വേർഡ് പ്രോഗ്രഷൻ, സൂര്യൻ്റെ നോർത്തിലേക്കുള്ള അയനം, അതിനെയാണ് ഉത്തരായനം എന്ന് പറയുമോ. ആ ഒരു സമയത്ത് പ്രഷർ ബെൽറ്റ് നോർത്തിലേക്ക് കയറി പോകും. ആൻഡ് ആൾസോ ടുവേർഡ്സ് ദ സൗത്ത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇറ്റ്സ് സൗത്ത് വേർഡ് പ്രോഗ്രഷൻ. സൗത്തിലേക്ക് അതായത് സൗത്തിലേക്ക് എന്താ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് ചെയ്യും എപ്പോൾ? സൗത്ത് വേർഡ് പ്രോഗ്രഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദക്ഷിണായനത്തിൻ്റെ ഫലമായി സൗത്തിലേക്കും ഇത് മൂവ് ചെയ്യും. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എന്താ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്. ഇനി ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഭാഗമായി എങ്ങനെ വിൻഡ്സ് ഫോം ചെയ്യുന്നു, കാറ്റ് എങ്ങനെ രൂപപ്പെടുന്നു. അപ്പോൾ ദ ഗ്ലോബൽ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വിൻഡ്സ്. അപ്പോൾ നമ്മുടെ ആഗോളമായിട്ട് ഈ പറയുന്ന ഭൂമിയിൽ മുഴുവനായിട്ട് ഓരോ പ്രഷർ ബെൽറ്റുകളിലും ഉണ്ടാകുന്ന വേരിയേഷൻ, നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷനാണ് എന്ത്, വിൻഡിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത്. അപ്പോൾ ദ ഒറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ എന്താ, ഓരോ ഭാഗത്തും ഹൈ പ്രഷറും ലോ പ്രഷറും മാറി ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, വായുവിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ, അതിനെയാണ് നമ്മൾ എന്ത്, വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക, വാട്ട് ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ നമ്മളോട് പറയാണ്, വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ഓൺ ദ എർത്ത് സർഫേസ്. ഭൂമിയിൽ ഒരുപാട് തരം വിൻഡുകളുണ്ട്. അപ്പോൾ റേഞ്ചിങ് ഫ്രം ലൈറ്റ് ബ്രീസ്, അല്ലേ, ഇളം കാറ്റ് മുതൽ നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായി അനങ്ങുന്ന, സൂക്ഷിച്ച് നോക്കി എന്താ, നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങുന്ന കാണാം. അങ്ങനെ അതുപോലത്തെ ഇളം കാറ്റ് മുതൽ കൊടുങ്കാറ്റ് വരെ എന്താ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ കാരണമിടയായിട്ടുള്ള സൈക്ലോൺസ്, കൊടുങ്കാറ്റുകൾ വരെ എന്തുണ്ട്, നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ ദ വിൻഡ്സ് ആർ നെയിംഡ്. അപ്പോൾ ഈ വിൻഡ്സിനൊക്കെ പേരിടുന്നത് എങ്ങനെയാണ്? ദേ ആർ ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലോ. ഏത് ഡയറക്ഷനിൽ നിന്നാണ് അവ ഉത്ഭവിച്ചത്, സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൻഡിന് പേരിടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ എന്താ, സൗത്ത് വിൻഡ്, സൗത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന, അതായത് വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സൗത്ത് ഈസ് നോൺ ആസ് സൗത്ത് വിൻഡ്. സൗത്ത് പോർഷനിൽ നിന്ന് വീശുന്ന കാറ്റിനെ സൗത്ത് വിൻഡ് എന്ന് വിളിക്കും. ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സോഴ്സ് റീജിയൻസ് ഇൻഫ്ലുവൻസ് ദ നേച്ചർ ഓഫ് ദ വിൻഡ്. അപ്പം അങ്ങനെ പേരിടുന്നതിന് കാരണം എന്താ, അവ ഉത്ഭവിക്കുന്ന ആ സ്ഥലത്തിൻ്റെ, ആ റീജിയൻ എന്താ, വിൻഡിൻ്റെ പ്രത്യേകത, എന്ത് തരം കാറ്റായിരിക്കും അതെന്ന് നമുക്ക് പറയാൻ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ കാറ്റിൻ്റെ പ്രകൃതം, കാറ്റിൻ്റെ ശക്തമുള്ള കാറ്റാണോ അല്ലെങ്കിൽ ഇളം കാറ്റാണോ എന്നൊക്കെ നമുക്കത് തീരുമാനിക്കണമെങ്കിൽ അത് ഉത്ഭവിച്ച സ്ഥലം അതിൽ പ്രധാന ഘടകമാണ്. അപ്പോൾ ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സീ വിൽ ബി. പിന്നെ നമുക്കറിയാം എന്താ, കാറ്റ് കടലിൽ നിന്ന് കരയിലേക്കും അതുപോലെ കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശും. സീ ബ്രീസും ലാൻഡ് ബ്രീസും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ദ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സീ വിൽ ബി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ, അല്ലേ. നമ്മുടെ കടലിൽ നിന്ന് കരയിലേക്ക്, സീയിൽ നിന്ന് ലാൻഡിലേക്ക് വീശുന്ന ബ്ലോ ചെയ്യുന്ന വിൻഡിൽ എന്തുണ്ടാവും? മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ എന്താ, നമ്മളുടെ കരയിൽ നിന്ന് കടലിലേക്ക് തിരിച്ച് വീശുന്ന കാറ്റ് എന്ന് പറയുമ്പോൾ ഡ്രൈ റീജിയനായിട്ടുള്ള കരയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ വായുവിൽ വെള്ളത്തിൻ്റെ അംശം, അതായത് വാട്ടർ വേപ്പർ, മോയ്സ്ചറിൻ്റെ അംശം കുറവായിരിക്കും. അപ്പോൾ അത്തരം കാറ്റുകൾ എന്താ, ഡ്രൈ വിൻഡ് ആയിരിക്കും. അപ്പോൾ കരയിൽ നിന്ന് വീശുന്ന കാറ്റ് കൂടുതലും ഡ്രൈ വിൻഡ്സും കടലിൽ നിന്ന് വീശുന്ന കാറ്റുകൾ കൂടുതലും എന്താ, കോൾഡ് വിൻഡ്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ ആരൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇന്ന് എടുത്തോളത്തോളം വരെ നന്നായിട്ട് പഠിക്കുക.